പോകുന്ന വഴിയൊക്കെ ഇതാട്ടോ. ഇതിപ്പോ ഞാനാണ് ഇൻട്രോ പറയണ്ടത്. നിമിണ്ടായി ഗൈസ്, നമ്മളപ്പോ ഇന്ന് വളരെയേറെ നാളുകൾക്ക് ശേഷം നമ്മുടെ അഭിനവിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അഭിനവിന്റെ വീടാണ്. നമ്മളപ്പോ ഇന്ന് ഒറ്റ മൈൻഡിൽ ഒരു ഞായറാഴ്ചയാണ് അവധി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിന്ന് എന്തായാലും ഇവിടെ തൊടുപുഴ അഭിനവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് തൊടുപുഴ എന്ന് പറയുന്നത് എന്താ പറയാ, പ്രകൃതി രമണീയതയുടെ മറ്റൊരു അതെ, ഗ്രാമത്തിന്റെ അകത്തൊരു കൊച്ചു ഗ്രാമം എന്നുള്ള ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വാട്ടവർ. അപ്പൊ നമ്മളെന്തായാലും ഇന്ന് ഗ്രാമത്തിന്റെ തന്നെ പ്രകൃതി രമണീയതയുടെ പര്യായമായ തൊടുപുഴ വന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര ചീവീടിന്റെ സൗണ്ട് അല്ലേ ഇവിടെ? അല്ല, ചീവീടിന്റെ അടിച്ചു കയറി വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മളിന്ന് പ്രകൃതി രമണീയതയൊക്കെ ഒന്ന് ആസ്വദിച്ച് തൊടുപുഴയിലെ എവിടെയാണ് നീ കൊണ്ടുവന്നത്? ഉപ്പൂന്ന് അവിടെ പോവുകയാണ്. എന്തായാലും പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകളും എല്ലാം കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയത്തില്ലല്ലേ നമ്മളപ്പോ എന്താ മങ്കി ക്യാപ്പൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ഇതിടുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം ഭയങ്കര മഴയാണ്. നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ മസ്റ്റ് വെയർ ഹെൽമെറ്റ്. നമ്മുടെ വണ്ടി നമ്മള് പോകുന്ന നീ വീഴുവാണ് വിളിക്കാറ്. വെള്ളത്തിൽ ചോട്ടി കൊണ്ട് വെച്ചിട്ടാണോ വേട്ടാളി പോകുന്നത്? നമ്മളിപ്പോ ആദ്യത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതെ, മലങ്കര ഡാം. ഇത് കറക്റ്റ് മുട്ടം കഴിഞ്ഞിട്ട് മുട്ടം ചെല്ലണ്ട, തൊടുപുഴന്ന് മുട്ടം പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളെന്തായാലും ഇന്നിപ്പോ അതിന്റെ ഷട്ടറുകളെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തേ ഉണ്ടല്ലോ, ഇതാണ് സംഭവം. ഞാനും നമ്മുടെ ജിബിൻ സാറും ഒരു 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ സ്പോട്ട് ഞങ്ങൾ വന്ന് ഒറ്റ വേണ്ടി ഞങ്ങൾ വന്ന് കുറെ സ്ഥലങ്ങളൊക്കെ അന്ന് എക്സ്പ്ലോർ ചെയ്താണ്. അപ്പൊ എന്തായാലും വീണ്ടും ഇവിടെ വരാൻ സാധിച്ചു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റും അപ്പുറത്തെ വഴി കൂടെ ചെന്ന് കഴിഞ്ഞാൽ കേറാൻ പറ്റും. ആൾക്കാരൊക്കെ അവിടെ നടപ്പുണ്ട്. അവിടെ കയറാൻ പക്ഷെ 80 രൂപയാണ് ടിക്കറ്റ്. ഇച്ചിരി വെള്ളം കെട്ടിക്കിടക്കുന്ന സംഭവമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പുറം വെള്ളം കെട്ടി കിടക്കുന്നു. അതിന്റെ മുകളിൽ ജസ്റ്റ് അങ്ങേറ്റം വരെ നടക്കാൻ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. എന്നിട്ട് അവിടെ തിരിച്ചു. അത്രേ ഉള്ളൂ. അല്ലെ, എവിടെ എൻട്രി എവിടെയാ? എൻട്രി അപ്പുറത്തെ വഴി കൂടെ. അപ്പൊ ആ സൈഡിൽ കൂടെയാണ് എൻട്രി. അവിടെ നിന്നാണ് കയറി വരുന്നത്. കൊള്ളാം. എന്തായാലും നമ്മള് ഇവിടെ കെട്ടിയൊക്കെ നടറോ. ഇത് ഞാനിപ്പോഴാണ് കൊള്ളാം, ഇടിഞ്ഞു പോയതായിരിക്കും. എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ തുറന്നു വിട്ടേക്കാണ്. കുറച്ചുകൂടെ അടുത്ത് നടന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ ഇതല്ലടാ വ്യൂ. എനിക്ക് ഈ വ്യൂ ആട്ടോ ഇഷ്ടപ്പെടാൻ. പക്ഷെ അവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. ഈ വഴി അങ്ങനെ നിന്നിട്ട് ഞാൻ അവിടെ ആദ്യമേ അവിടെ വന്നേ. എന്തായാലും നമുക്കിത് ഇവിടെ കുറച്ച് അതെ, കുറെ അധികം പേര് ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ നിൽപ്പുണ്ട്. ഇത് ഇപ്പൊ ആള് കുറഞ്ഞടാ. പിന്നെ ഒരെണ്ണം പോലെ കൊത്തുന്നില്ല ഏട്ടാ. എടാ ഇതിന്റെ അകത്ത് മീൻ കൊത്തുവാടാ അഭിനവേ? ആണോ? അഭിനയ എക്സ്പേർട്ട് ആണ് കേസ്. എന്ന് വെച്ചാ അവിടെ തീറ്റയൊക്കെ ഇട്ടിട്ട് എന്നും മീനുകളെ ഇങ്ങനെ അങ്ങനെ വേണ്ടിട്ട് അതിനെ കളം തെളിച്ചിടും. ഇങ്ങനെ സെയിം സ്ഥലത്ത് നമ്മള് തീറ്റ ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ കേറിക്കൊണ്ട്. ഇതൊക്കെ ഉള്ളതാടാ തെളിക്കാന്ന് സംഭവല്ലേ. അഭിനൊരു സംഭവമാണ് ഗൈസ് മീൻപിടുത്തത്തിൽ. ഞാൻ പറയട്ടെ, കഥ പറയട്ടെ ഗൈസ്. നമുക്ക് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എക്സാം എന്ന് വിചാരിച്ചോ. ഇന്ന് വെളുപ്പിന് 2:30 പുള്ളി എണീറ്റ് പോയേക്കാ. എന്തിനാ അറിയോ? മീൻ പിടിക്കാൻ. ചേട്ടായി വിളിച്ച് മീൻ പിടിക്കാന്ന്. എന്റെ പുള്ളി വന്ന് മീൻ പിടിച്ചിട്ട് ചുട്ടും തന്നിട്ടുണ്ട്. വറുത്ത് സെറ്റ് ആയിട്ട്. അതിലുള്ള പ്രസക്തി ഇല്ല. ഒന്ന് പറഞ്ഞ പരീക്ഷയുടെ അന്നുമായിട്ട് മീൻ പിടിക്കണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് വിഷയ. അതുപോലെ കുറെ പേര് മീൻ പിടിക്കാനൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അന്ന് അടുത്ത സ്പോട്ടിലോട്ട് പയ്യ. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കൊള്ളാം, കാഴ്ചകളും കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്നാ അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ബൈ ബൈ.
നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വ്യൂ കണ്ടിട്ടുണ്ടോ? വണ്ടി ഉണ്ടല്ലോ. ഈ ഒരു വ്യൂ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ വരാൻ പറ്റിയ ക്ലൈമറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു സ്ഥലത്ത് വരണ അവര് കോളപ്രയോ കഴിഞ്ഞൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വീഡിയോസ് അവിടെ നിന്നൊക്കെ മറ്റേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ മറ്റേ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു തറവാട് ഷാപ്പ്. അഭിനവാണ് പറഞ്ഞത്, കൊള്ളത്തില്ലെന്നാണ് അഭിനവ് പറയുന്നത്. നിന്റെ തല കൂടാ. നിങ്ങളെല്ലാം കണ്ടു, റീലിനകത്തൊക്കെ ഉണ്ടായിരുന്നാണ്. അപ്പം നിങ്ങളിപ്പോ അവിടെ നിന്ന് കഴിക്കുമ്പോ ഉള്ള വ്യൂ ഒന്ന് നോക്കി. വ്യൂ സെറ്റ് ആയിരിക്കും അല്ലേ? സംഭവം എല്ലാം കൊള്ളാട്ടോ. നിങ്ങള് 100 സാധനമാണ് എടുത്ത്. നല്ലൊരു മഴയാണോ അത് ശരിക്കും കോടയാണോ അതോ കോടയല്ലേ? കോടയൊക്കെ ഇറങ്ങി സെറ്റായി നിൽക്കുകയാണ്. ചെറിയൊരു മഴയുണ്ട് കേട്ടോ. എന്തായാലും സംഭവങ്ങളാ വരുന്ന വെർത്താണ്. ഈ സമയത്ത് തന്നെയല്ലടാ, അല്ലാത്ത വന്ന ആ ഒരു മറ്റേ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ഒന്നും കിട്ടത്തില്ലല്ലോ. ഇത് കറക്റ്റാ. നമുക്ക് ഇറങ്ങാനൊരു മടിയുണ്ടെന്നേ ഉള്ളു. സെറ്റാണ്, അടിപൊളി. നമ്മള് ഇവിടുന്ന് തിരിച്ചു പോകണം. അപ്പം തിരിച്ചു പോകുമ്പോഴാണ് ആക്ച്വലി ഇവിടെയുള്ള കിടിലം വ്യൂ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്തായാലും വണ്ടിയെ യാത്ര ചെയ്യുന്ന ഒരു വിഷയിലൂടെ കാണിക്കാം. അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടല്ലോ, നമ്മളിതെവിടെയാണ്? ഇത് ശരിക്കും തോടാണ്. അവിടെ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ? ഇവിടെ എങ്ങനെ അങ്ങനെ പിന്നെ അതൊക്കെ വല്ലതും കിട്ടുവാടാ? എടാ നമ്മൾ പോകുമ്പോഴത്തേ അത് മീൻ ഇതായിട്ട് പോകത്തില്ലേ അനങ്ങുമ്പോ? അത് പുള്ളി രാവിലെ തൊട്ട് അവിടെ അനങ്ങാൻ നിൽക്കുമായിരിക്കുമോ? അങ്ങനെ ആയിരിക്കും ചിലപ്പോ. കഴിച്ച് നമ്മൾ തോടിനാണ്. ഇതൊരു വഴിയാണ് കേട്ടോ, പക്ഷെ താഴുന്നുണ്ട്. നമ്മളിത് വണ്ടി തോട്ടിലാണ് ഇരിക്കുന്നത്. കൊള്ളാല്ലേ? അഭിനവ് ചെളിയായിട്ട് കരക്ക് കയറിപ്പോയിരിക്കാണ് ഗൈസ്. എന്നടാ നീ അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക്. ആ സാറിന്റെ അഭിനവ് നിനക്ക് വളരെ വിചിത്രമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന തൊടുപുഴയോട് ഏറ്റവും സ്നേഹം തോന്നുന്ന നിമിഷങ്ങളാണ് സുഹൃത്തുക്കളെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്നാണ് അത്? എന്നെ സ്ഥാനല്ലേ? കൊള്ളാട്ടോ. നിങ്ങൾ ശരി ക്യാമറക്കകത്ത് കിട്ടുന്നില്ലോ, അതാണ് വിഷയം. കൊള്ളാം ഗൈസ്. എന്തായാലും വളരെ വിചിത്രമായ മറ്റൊരു കാഴ്ചയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനവ്. എന്നാ നീ ഉദ്ദേശിക്കുന്നത്? ഇനി വണ്ടി ഇവിടെ ഇട്ട് തിരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചെളിയാണ്. ഇത് ചതുപ്പല്ലോ അപ്പൊ? അത് ശരിയാ. ഗൈസ് ഇത് എടാ തോടപ്പ എങ്ങോട്ടാ? അതാണ് ഗൈസ് തോട്. ഇങ്ങനെയാണ് തോട് ഒഴുകി പോകുന്നത്. തോടല്ല, ഒരു പുഴയാണിത്. ഈ സ്ഥലത്തോടും യാത്ര പറഞ്ഞ് മറ്റൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാം. ഓക്കെ. കിട്ടി. ചേട്ടനാണെന്ന് കുറച്ച് ചേറ് കിട്ടി കാണും, അതും പിടിച്ചോണ്ടിരിക്കുക. ചെരുപ്പിലെല്ലാം നല്ല ടംതി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചെരുപ്പൊന്ന് കഴുകിയിട്ട് പോകും. അഭിനവ് സാർ അവിടെ എത്തിയിരിക്കുന്നു. അവര് കൊട കടന്നേ. എന്തായാലും പോകുന്ന വഴിക്ക് മറ്റൊരു ലൊക്കേഷനിലൂടെ നിർത്തിയിരിക്കുകയാണ്. കേൾക്കാൻ പറ്റുന്നില്ല, കാറ്റായിരിക്കും. കേൾക്കണ്ടാവും. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ അല്ല കേൾക്കത്തില്ലേ? ഇവൻ പറയുമ്പോ കേട്ടില്ല, അപ്പൊ കേൾക്കാൻ. ഇവൻ പൊട്ടനാണ് മുതലാളി. കൊള്ളാട്ടോ. എസ് ഡി ഒന്നുമല്ല, അത് ഹിമാലയ. ഹിമാലയ ഉണ്ടോ? എന്താണത്? അത് കാറ്റ് പിടിച്ചു വേണം കിളിയൊക്കെ. എന്തായാലും ഇവിടുത്തെ ഇതനുസരിച്ച് ചെറുതോ കുളമാവ് ഡാം അല്ലേ? കുളമാവ് ഡാമിന്റെ റിസർവോയർ ഇപ്പം ശരി വെള്ളം നിറഞ്ഞ് തള്ളി കഴിഞ്ഞാൽ ഇതങ്ങ് ഇല്ലാണ്ടാക്കും. അപ്പം ഇവിടുന്ന് ഫുള്ള് വെള്ളം വന്ന് പോയി അങ്ങ് വിട്ടോളും, തൊടുപുഴ അങ്ങ് വിട്ടോളും, ഒരു വിഷയമില്ല. അപ്പം ഇതാണ് നമ്മൾ മറ്റേ വാർത്തകളിലും എല്ലാം കിടം പിടിച്ചുകൊണ്ട് നിന്ന ആ ഒരു സ്ഥലം എന്ന് അഭിനവ് പറയുന്നത്. കൊള്ളാണോ ഇതൊക്കെ? ഉണ്ടോ? എന്തായാലും കൊള്ളാമല്ലേ? ഇത്രേ ഉള്ളൂ. ഈ ഒരു റോഡിന്റെ വീതി ഉള്ളൂ വെള്ളം കൊണ്ടുപോവാൻ.
നല്ലതായിട്ട് വെള്ളം വന്നാൽ ഇത് തള്ളിപ്പോന്നോളും, ഒരു വിഷയമില്ല. നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ കോട ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. പെട്ടെന്ന് കോട വരും. ഓ KSRTC ആരാണത്? അടേ അതെങ്ങോട്ട് പോണ KSRTC ആണോ? എങ്ങോട്ടോ? നമ്മുടെ വണ്ടി അവിടെ തിരിച്ചു കാണോ? ഓ ബ്ലേഡ് കാണിച്ച് അവരെടുത്തോട്ട് പോയി. നമുക്ക് എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഓക്കെ നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് നിർത്തിയതാണ്. കോടയൊക്കെ കണ്ടോ, കൊള്ളാടെ കഴിച്ചു. നമ്മള് കോട കാണത്തില്ലെന്ന് വിചാരിച്ചു പോയതേ. കൊള്ളാട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. നൈസ് കണ്ടല്ലോ, നല്ല കോട ഇറങ്ങിയിട്ടുണ്ടോ. ഇനിയിപ്പം അവിടെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ കോട കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫോണിൽ എന്നാ വെട്ട. വ്യൂസ് കൊള്ളാം കേട്ടോ. അപ്പൊ നമ്മള് ഇത് ഉപ്പൂന്ന് തന്നെയല്ലേ? ഇതുപോലെ തന്നെയല്ലേ ശരിക്കും ഉപ്പൂന്നിന്റെ പോകുന്ന വഴിക്കാണ്. അപ്പൊ നിങ്ങൾ ആ ഓഫ് റോഡ് ഒക്കെ കണ്ടല്ലേ? എങ്ങനെയുണ്ട്? എടാ പിന്നെ ഞാനിതിലെ ഓഫ് റോഡ് നിങ്ങൾ കയറിയിട്ടില്ല ഇതുവരെ വണ്ടി ഉണ്ട്. അങ്ങനെയല്ല ശരിക്കും നമ്മള് മറ്റേ ഇതിന്റെ അകത്തിരുന്ന് കാണത്തില്ലേ, ഫോണിനകത്തേക്ക് സിമ്പിൾ ഒരു സിമ്പിളും അല്ല കേട്ടോ. ഞാൻ ആദ്യം കേട്ടോ, ഞാൻ ഇത്രയും ഇതുവരെ പോയിട്ടില്ല. കൊള്ളാം. നീ നാളെ തൃശ്ശൂര് വല്ലോ? ഓളാം ജോലിയും കൂലി ഉള്ളവരാ. നമ്മളെ പോലെ ജോലി ചെയ്യാൻ അത്രക്കല്ലേ ഈ പറഞ്ഞിട്ടുള്ളൂ. ഗൈസ് കൊള്ളാം. ഇതൊരു ആൽക്കഹോളിക് വെതറ ഗൈസ്. കണ്ടല്ലോ, ഒരു മരം ഫുൾ കോട. അടി ഫുൾ ആൽക്കഹോളിക് മദ്യപാന ആരോഗ്യത്തിന് എനിക്കും. പക്ഷെ എന്തായാലും കൊള്ളാം. ഇവിടം വരെ വണ്ടി വരും. ഏത് ഒരു ജീപ്പാണ് ഇത്. അവിടെ ആൾക്കാരൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. ഇവിടെ വരെ വണ്ടി റിവേഴ്സ് ഒക്കെ ഇവിടെ ഇരിക്കുക, മരച്ചോട് വിട്ട് കസേരൊക്കെ ഇട്ട്. ഓ ഏതാ മൂഡ്. സെറ്റ് സമ്മതിക്കില്ല, നമ്മുടെ കേരളത്തിൽ സമ്മതിക്കില്ല. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത്. ഇതോടെ മിക്കവാറും നമ്മള് പരിപാടി നിർത്തുക. കാരണം വെച്ചാൽ ഫോണിന്റെ ചാർജ് തീരാറായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിച്ച് ലേറ്റ് ആയതുകൊണ്ട് ചാർജ് കുറച്ചാണുള്ളത്. നമ്മളെ ഒറ്റ മൈനിൽ ഇറങ്ങിയത് കൊണ്ട് ചാർജ് ഇല്ലായിരുന്നു. എന്തായാലും ഇതാണ് വ്യൂ പോയിന്റ്. ഇവിടെയാണ് വണ്ടി നിർത്തുന്നത്. നമുക്ക് ഇവിടുന്ന് നടന്നു കയറി അങ്ങോട്ട് പോകാനുള്ളതാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. എന്തായാലും സ്ഥലം കൊള്ളാം. കോട ഇറങ്ങി കാണാൻ പറ്റില്ല. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാവോ എന്നർത്ഥം. ഇത് നമ്മുടെ വെള്ളിമൂങ്ങ എന്ന സിനിമയ്ക്കകത്ത് അജു വർഗീസും ആരാ ബിജുമേനോട് വെള്ളം അടിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് വെള്ളം അടിക്കുന്നത്. നിങ്ങൾ ആ സീൻ കണ്ടിട്ട് പോയി സീൻ കാണും. അല്ല പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും വ്യൂ അടിപൊളി കേട്ടോ, വെർത്താണ് വരുന്നത്. നമ്മളിന്ന് വന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളി കേട്ടോ, ഒന്നും പറയലായിരുന്നു. ഒരു എന്നാണ് ഒന്നേ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞേട്ടെ എന്നാണാവേ പോകുന്ന വഴിയൊക്കെ ഇതാട്ടോ. സാധനം കേട്ടോ ഐസ്. ഇവിടെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയും ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഒച്ച വെക്കുന്നുണ്ട്. എന്താ മനുഷ്യരുണ്ട് കേട്ടോ മേളില്, പേടിക്കണ്ട, സേഫാ. നമ്മളങ്ങോട്ടാ പോകുന്നത്. വഴി അവിടെ വഴിയൊന്നും കാണാം, പക്ഷെ വഴിയുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും കൊള്ളാം. എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. ഉപ്പൂന്ന് വ്യൂ പോയിന്റ് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സെറ്റ് സാധനം. അഭിനയതാണ്ടേ. അപ്പൊ നമ്മള് കുറച്ച് അവിടുന്ന് നടന്ന് ഇതുവഴി കയറി അങ്ങോട്ട് ഇനിയും വഴിയുണ്ട്. പക്ഷെ അവിടെ കുറച്ച് തെന്നലൊക്കെ ഉണ്ട്. അപ്പൊ വരുന്നവർ സൂക്ഷിക്കുക. എന്തായാലും വരുന്നവർ അവനവൻ്റെ റിസ്ക് വരിക. അതുപോലെ ഇവിടെ എന്തായാലും ക്ലീൻ ആണ്. പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കൂടുകൾ ഒന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ല അഭിനവേ? ഓക്കെ. അവിടെ കയറി വരുന്നോർത്തുണ്ട്. എന്തായാലും നമ്മളാരും അങ്ങനെ വിചാരിക്കാം. വാട്ടാ നമുക്ക് എന്തായാലും ഇനി ഇതുപോലെ കാഴ്ചകൾ അധികം കോട ഇറങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് അധികം വ്യൂ കിട്ടത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ചകളും സംഭവങ്ങളും സ്ഥലങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അപ്പം അടുത്ത മറ്റു അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.